ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വീട്ടിലേ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും ഇല്ല, നബിലൂട്ടിയും നെജിയുണ്ട്. അപ്പോൾ നമുക്കിന്ന് രാവിലെ കുറച്ച് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ മോളിൽ പോയിട്ട് ഒരു തേങ്ങ പൊളിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ തേങ്ങ പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ തേങ്ങ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ടെറസിൽ തേങ്ങ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങുന്നുണ്ട്. ഇപ്പം തന്നെ ഉണങ്ങിയ പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ വീട്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം വന്നപ്പോൾ കൊടുത്ത തേങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സ്റ്റോറിൽ വെച്ചിട്ടാണ്. നമ്മളിതാ ഇവിടെ മുഴുവനും ഡ്രസ്സുകൾ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ ഈ ഡ്രസ്സുകൾ മുഴുവൻ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ മടക്കാൻ ബുദ്ധിമുട്ടൊക്കെ. അതുകൊണ്ട് കുറച്ച് നേരിട്ട് എടുക്കട്ടെ. ഇനി എല്ലാവരും പോയിട്ട് ഈ തുണികൾ മൊത്തം എടുക്കാം. ഞാൻ തേങ്ങ ഇതങ്ങനെ ചതച്ചെടുത്തപ്പോൾ നെജു പറഞ്ഞു, ചതക്കണ്ട, ഞാൻ ചിരവി തരാമെന്ന്. എന്നാൽ പിന്നെ തേങ്ങ ചിരവ വെച്ചു. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ഞാൻ രാവിലെ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തേങ്ങ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഇനി പിന്നീട് ഒരിക്കൽ ഉപയോഗിക്കാമല്ലോ. ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ നെയ്ച്ചോറാണ് കേട്ടോ. രാവിലെ തന്നെ ആസൂട്ടൻ നീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെന്ന് പറഞ്ഞു. പോന് പറഞ്ഞു, എന്നാൽ എനിക്ക് നെയ്ച്ചോറ് മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ നെയ്ച്ചോറ് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒരു ചെറിയ തീയിൽ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നെജിത്ത് അവിടെ തേങ്ങ ചിരവിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ചിരവി കഴിഞ്ഞ തേങ്ങയിലാണ് എനിക്ക് തേങ്ങ ചിരവിയത് ഇട്ട് തന്നത്. നമ്മൾ ഒരു പൂതി വെച്ചിട്ടൊരു ചക്ക താത്ത കൊടുന്നപ്പോൾ അത് ഓടി വെക്കാനപ്പോ ആൾക്കാരെ ആഹാ. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ടോ കിടക്കാൻ? ഇസുട്ടാ നല്ല സുഖമുണ്ടോ? ആഹാ. അങ്ങനെ പുട്ടും നല്ല പാൽച്ചായും ചിക്കൻ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ നബിലൂട്ടി ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു അടിപൊളി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരട്ടെ. അതായത് നമ്മൾ പീരീഡ്സ് ആയിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയത്ത് ചിലർക്കൊന്നും പാഡ് യൂസ് ചെയ്യാൻ ഇഷ്ടമുണ്ടാവില്ല അല്ലേ. അത് നമ്മൾ ഒന്ന് തെന്നി നീങ്ങോ അല്ലെങ്കിൽ ലീക്കേജിൻ്റെ പ്രശ്നം വരുമോ, അതിന് ഭയങ്കര ടെൻഷൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ലൊരു പീരീഡ് കെയർ പാൻറ്റീസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഇതൊരു പുതിയ പ്രോഡക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മുൻപും പലവട്ടം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട് ഈ എവർട്ടീൻ്റെ പീരീഡ് കെയർ മെൻസ്ട്രൽ പീരീഡ് പാൻറ്റീസ്. ഈ ഒരു പാക്കറ്റിലേ നമുക്ക് 10 ഡിസ്പോസിബിൾ പാൻറ്റീസാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത്. അത് മീഡിയം ടു ലാർജ് ടു എക്സൽ സൈസിലും ഇത് അവൈലബിൾ ആണ്. ഈ ഒരു പീരീഡ് പാൻറ്റീസിൻ്റെ ഇന്നർ സൈഡിൽ ഇതുപോലെ എലാസ്റ്റിക് ഉണ്ടാവും കേട്ടോ. അത് കാരണം കൊണ്ട് തന്നെ ഇത് ലീക്കേജിനെ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. ഈ എവർട്ടീൻ്റെ പീരീഡ് കെയർ പാൻറ്റീസിൽ നീമിൻ്റെയും സഫ്ലവറിൻ്റെയും ഗുണങ്ങൾ അടങ്ങിയിരിക്കുന്ന കാരണം കൊണ്ട് തന്നെ ഇത് നമ്മുടെ സ്കിന്നിന് ഒരു തരത്തിലുള്ള ഇച്ചിങ്ങോ ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാക്കത്തില്ല കേട്ടോ. കൂടാതെ ഇതൊരു കോട്ടണി സോഫ്റ്റ് പാഡുമാണ്. XX ഫാസ്റ്റർ അബ്സോർപ്ഷൻ പവർ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു ഹെവി ഫ്ലോ ഉള്ള ആൾക്കാർക്കൊക്കെ ഇത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു പാൻറ്റീസ് ഉണ്ടല്ലോ നമുക്ക് 360 ഡിഗ്രി പ്രൊട്ടക്ഷനാണ് തരുന്നത് കേട്ടോ, വിത്ത് ഫുൾ ബാക്ക് കവറേജോട് കൂടി. അപ്പോൾ നമുക്ക് ഈ രാത്രി ഉറങ്ങുമ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റെയിന് ബെഡിലാവോ അങ്ങനത്തെ യാതൊരു ടെൻഷൻ്റെ ആവശ്യമില്ല കേട്ടോ. ഈ ഒരു പീരീഡ് പാൻറ്റീസിൻ്റെ ഈ ഒരു ബ്ലൂ ലൈൻ ഇവിടെ കാണുന്നില്ലേ, ഈ ഒരു ബ്ലൂ ലൈനാണ് കേട്ടോ നമ്മൾ ഫ്രണ്ട് സൈഡ് ഇരിക്കേണ്ടത്. ഇത് കണ്ടോ, ഇത് ബാക്ക് സൈഡ്. പിന്നെ ഇതിൽ സാധാരണ പാഡുകളിൽ അടങ്ങിയിരിക്കുന്ന യാതൊരു വിധത്തിലുള്ള കെമിക്കൽസും അടങ്ങിയിട്ടില്ല. എവർട്ടീൻ്റെ പീരീഡ് കെയർ പാൻറ്റീസ് ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ എല്ലാ ഷോപ്പിംഗ് ആപ്സിലും അവൈലബിൾ ആണ് കേട്ടോ. ഒരു പ്രാവശ്യം നിങ്ങൾ ഈ പീരീഡ് കെയർ പാൻറ്റീസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു പാഡിനെ കുറിച്ചിട്ട് ചിന്തിക്കുക പോലുമില്ല. എന്നാലും ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. മോളിൽ പോയി ഒളിച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാനെ കാണാൻ പറ്റില്ല വിചാരിച്ചോ? അനുജപ്പിനെ ഹെൽപ്പ് ആക്കാനെ കൊണ്ടുപോകണില്ല, ഞാൻ ഇസുവിനെ കൊണ്ടുപോകണുള്ളൂ. ഞാനുണ്ട് നബിലൂട്ടി ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. അപ്പോൾ സായിക്കുട്ടിക്ക് എൻ്റെ കൂടെ വരാൻ ഇഷ്ടമല്ല. അപ്പോൾ അവനെ ഒളിച്ചിരിക്കുന്നു. ഏതാ പോകണ്ടൊക്കെ ഒരു സ്ഥലത്തേക്ക് വിളിച്ച ചെങ്ങായി വരില്ല. അപ്പോൾ ഞങ്ങൾ താഴെ ഓട്ടോ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. നബിലൂട്ടി വന്നിട്ടില്ല. നബിലൂട്ടിയേ വേ പോരെ കുട്ടിയെ. ഞാനും എൻ്റെ ഈസൂട്ടനും പോവാല്ലേ ഈസൂട്ടാ. വിചാരിച്ചില്ല അതന്നെ. അങ്ങനെ ഗായ്സ് ഞങ്ങള് പൊരുവെയിലത്ത് പോയി വന്ന്
ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറിയതും മാങ്കോ ജ്യൂസ് അടിക്കാനുള്ള പ്ലാൻ കൊണ്ട് നെച്ചിട്ട മാങ്കോ ജ്യൂസ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ജ്യൂസൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ. എൻ്റെ നെഞ്ചത്തെ ജ്യൂസ് കൊടുത്തേ. ഇവിടെ കുറച്ച് വീരന്മാരുണ്ട്. അതെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആർക്കും മാംഗോ ജ്യൂസ് വേണ്ടേ? വേണ്ടവരെല്ലാവരും അടുക്കളയ്ക്ക് പോരും, പിന്നെ കിട്ടിയത് വരില്ല. രസമുണ്ടോ ജ്യൂസ്? രസം അടിപൊളിയുണ്ടോ? അത് രസമല്ല പറയണേ. രസമല്ല പറയും. ഓക്കെ. ഓഹോ, ഉച്ചച്ചോറിന് നമുക്ക് എന്താ സുട്ടുള്ളത്? മന്തി. യെസ്, കൊണ്ടുവച്ച് കൊണ്ടുവച്ചു. പിന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടോന്നാവോ? എടാ നിങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ടോ? ഫുഡ് കഴിക്കാനായോ? ചെക്കന്മാരെ ഫുഡ് കഴിക്കാനായോ? അസുട്ടനക്ക് യാതൊരു ക്ഷമയില്ല കേട്ടോ. മന്തി കുത്തി തുറന്നുകൊണ്ടിരിക്കുകയാണ് അസുട്ടൻ. എന്ത് പൊന്നെ, പട്ടാമ്പിൽ ഒരു സമ്മർ ക്യാമ്പും ഇല്ല? കഷ്ടം തന്നെ മുതലാളി. ഇവിടെ കൊറേ നേരമായി ഒളിഞ്ഞു പറഞ്ഞിട്ട്. അതാണ് പിന്നെ കറണ്ട് നെബിലുട്ടിക്ക് ഭയങ്കര ജാടയാണ്. പിന്നെ കാണിച്ചാലും അങ്ങനെ തന്നെ ഭയങ്കര ജാടയാണ്. പിന്നെ ഞാൻ അല്ല നോക്കി നോക്കി ഇവിടെ എല്ലാ സാധനം വരെ മോൾ ആദ്യം കയറി നിൽക്കണേ. യെസ്, എന്താണ് ഞങ്ങൾ ഈസോനി സായിക്കുട്ടിനൊക്കെ ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വെച്ചിരിക്കാനുണ്ടോ? ചെറുക്കന്മാരെ ഞങ്ങൾക്ക് നല്ല പരിശീലനം മറ്റുള്ള കയറി നിൽക്കാനുള്ള പുഷ്ടിപ്പെടാൻ. സമ്മർ ക്യാമ്പ് ഇവിടെയാണല്ലോ. നിനക്ക് ഇങ്ങനെ വരാൻ പറ്റുക? നിനക്ക് മങ്കടയിലാണെന്നുണ്ടെങ്കിൽ വരാമായിരുന്നു. ഞാൻ പറഞ്ഞു കുട്ടികളൊക്കെ സമ്മർ ക്യാമ്പിൽ അങ്ങനെ മന്തി വിളമ്പാൻ പോവുകയാണ് ഗൈസ്. എന്താണ് അവിടെ? എന്താ നിനക്ക് സായിക്കുട്ടിയെ? ആയിട്ടില്ല, അജി കുടുങ്ങനാവട്ടെ എന്നിട്ട് മതി. അതെ, അതൊക്കെ തന്നെ കിട്ടിയോ? സെറ്റായോ? ഓക്കെ. അത് ഇത് അല്ല, രണ്ട് പീസ് ആയിരുന്നോ? മറ്റേ അനക്ക് വേണ്ട കിട്ടിയാലോ? ഓക്കെ. എവിടെ? ഓ, നിനക്ക് വേണ്ട കിട്ടിയോ? അല്ല നെബിലുട്ടി ആയതുകൊണ്ട് കേട്ട് നടക്കൊന്നും കിട്ടിയില്ലേ? അല്ല നെബിലുട്ടിയെ രണ്ട് പോയോ? ആവൂ, ഞാനും പേടിച്ചു. വലുത് വേണോ ചെറുത് വേണോ ചോദിക്കാൻ? ചെറുതെന്നായിക്കോട്ടെ, വലുതെടുത്തോ. വലുതെടുത്തോ, താത്തല്ലേ വലുത്. ഇവിടെ ആസ് യൂഷ്വൽ എല്ലാവരും ഫുഡ് കഴിക്കാൻ. നിങ്ങളെപ്പോഴും ഇവിടെ ആയിരിക്കും അല്ലേ കുഞ്ഞുങ്ങളെ? എങ്ങനെയുണ്ട് അസുട്ടാ? അടിപൊളിയാണോ? ഇന്ന് അകത്ത് കയറ്റിരുത്തിയതാ. ഓക്കെ. പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളമായിരിക്കും നിറച്ച് വരുന്നത്. അതെ, നബിലാമ്മൻ്റെ നബിലുട്ടിയുടെ സൗന്ദര്യ രസം ഏതാണ്ട് വെള്ളം കുടിക്കണം അത്രേ അല്ലേ? ഇരിക്കണ്ടെന്ന് ഏതാ പോണക്കില്? അത് ശരിയാണല്ലോ, ഞാൻ ചായ തന്നില്ലല്ലേ. അങ്ങനെ പോവാൻ നേരത്ത് ലാസ്റ്റ് ഒരു കാരംസ് കൂടി ഇതാ ഒരാളിങ്ങനെ ഒതുക്കത്തി പോകുന്നുണ്ട്. ഏത്? അത് വാക്യൂം ക്ലീനറാണേ, അൺബോക്സ് ചെയ്തിട്ടില്ല. ആ യെസ് യെസ്. താത്തൊക്കെ അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കും. ഞാൻ വീണ്ടും ഒറ്റക്കാവുമല്ലോ പഠിച്ചോനെ. നാളെ എന്നോട് വരും. ഇനിയിപ്പം ഞാൻ അതിനുള്ള ഒരു കൈ പറഞ്ഞ പോലെ. അല്ല, അതിന് പിന്നിലൊരു സീറ്റ് ഉണ്ടോ? സംതിങ് ഇല്ല. ഇപ്രാവശ്യം നമുക്ക് വെള്ളി മൂങ്ങയാണ് വന്നത്. ഓക്കെ സുട്ടാ മഷോ. ആ സോറി.
സായിക്കുട്ടിയാ ഇനി വീട് വൃത്തിയാക്കണ്ടേ? എന്നാ കയറല്ലേ? നമ്മളെ വീട് നല്ല വൃത്തിയാക്കണ്ടാവില്ല നമുക്ക്? നടന്നോന്നാല്. അവരെല്ലാവരും പോയപ്പോഴേ ഇതേ പുറത്ത് നല്ലോണം മഴ പെയ്യുന്നുണ്ട് കണ്ടോ. ഭയങ്കര ചൂടായിരുന്നു, ഭയങ്കര ചൂട്. ഇന്നൊക്കെ പുറത്തേക്ക് പോയപ്പോൾ മനുഷ്യന് വേവുന്ന പോലത്തെ ചൂടായിരുന്നു. അത്ര ചൂടിലെ കാരണം കൊണ്ടൊക്കെ അറിയാം മഴ വല്ലാണ്ട് പെയ്യണമെന്നില്ല, ഒരു അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്, സുഖമുണ്ട്, നല്ല മണ്ണിൻ്റെ മണമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വിശേഷമായി കാണാം കേട്ടോ. എൻ്റെ സായ്ക്കുട്ടി കണ്ടോ മുകളിൽ പോയിട്ട്, എവിടെ സായ്ക്കുട്ടി കണ്ടിട്ടേ കാണല്ല പോയോ. മുകളിൽ പോയിട്ട് സായ്ക്കുട്ടി അലക്കിയ ഡ്രസ്സുകൾ മൊത്തം എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ മടക്കണം, വീടൊക്കെ വൃത്തിയാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. എന്താണ് ഇവിടെ നോക്ക്, മുഖത്തൊരു വിഷമം എന്താ?